കേൾക്കുമ്പോൾ തന്നെ പലരും മുഖം ചുളിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്ത്രീയാണ്, പിന്നെ ഞാൻ ജന്മം കൊടുത്തത് ആദ്യത്തേത് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ ഭാവിക്കായാലും അതേ പ്രായത്തിലുള്ള കുട്ടികൾക്കാണെങ്കിലും അവളെക്കാളും മുതിർന്ന കുട്ടികൾക്കായാലും ഈ ജനറേഷനത്തെ കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് റേപ്പ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ പലരും അയ്യോ ഇതൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ഞങ്ങളുടെ പിള്ളേർക്കൊന്നും അങ്ങനെ സംഭവിക്കില്ല, കോളേജ് അല്ലെങ്കിൽ സ്കൂൾ വിട്ടാൽ പിന്നെ വീട് വിട്ടാൽ പിന്നെ കോളേജ്, അങ്ങനെയാണ് ഞങ്ങൾ അവളെ വളർത്തിയത്, പിന്നെ നല്ല ഡ്രസ്സിങ്ങും, ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ മാനദണ്ഡം അല്ലേ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഇന്നത്തെ കാലത്തെ മാതിരി അത്രയ്ക്ക് അങ്ങോട്ട് അഡ്വർട്ടൈസ് ചെയ്തിരുന്നില്ല റേപ്പ് എന്ന സംഭവത്തെ. ക്രൈം പെട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടായ സംഭവമാണ് ബീഹാറിലത്തെ ഏതോ ഒരു ഗ്രാമത്തിൽ ഒരു ഗ്യാങ് ഒരു പെൺകുട്ടീനെ റേപ്പ് ചെയ്തു. പക്ഷെ കുറ്റം മൊത്തം ആ ഗ്രാമീണർ ചാർത്ത് ചെയ്ത് ആ പെൺകുട്ടിയുടെ മേളിലാണ്. ഏതോ ന്യൂസ് ചാനൽസ് ഒക്കെ കവർ ചെയ്തു. അപ്പോൾ ഗ്രാമത്തിലുള്ളവരോട് ചോദിക്കുമ്പോൾ അവളുടെ നടപ്പ് ശരിയില്ലാണ്ടാണ്, അവളുടെ ഡ്രസ്സിങ് ശരിയല്ലാണ്ടാണ്, അല്ലാണ്ട് അവൾ ശരിയല്ല, അതുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് ചോരത്തിളപ്പൊക്കെ ഈ പ്രായത്തിൽ കൂടുതലല്ലേ, അതിൻ്റെ ഒരു ഇതിൽ ചെയ്തതാണ്. ആ പെൺകുട്ടിക്കും ഫാമിലിക്കും ഭ്രഷ്ട് വരെ കൽപ്പിച്ച ഗ്രാമം ഉണ്ട് ഇന്ത്യയിൽ. അതിപ്പോഴും ഉണ്ട് ആൾക്കാർ. ഒരു പെൺകുട്ടിയുടെ വെർജിനിറ്റിയിലാണ് ആ കുടുംബത്തിൻ്റെ മാനം എന്ന് വിചാരിക്കുന്ന വിവരം കെട്ട ആൾക്കാരുള്ള നാടാണ് ഇന്നും ഇന്ത്യ. നമുക്കൊന്നും ഒരു കാര്യത്തിനെ കുറിച്ചും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെതിരെ പോരാടാതെ സ്വന്തം ജീവൻ അവസാനിപ്പിച്ച എത്രയോ പെൺകുട്ടികളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലാണ് പോകണം, വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ നേരെ തിരിച്ച് അവർ നമ്മളെ ബ്ലെയിം ചെയ്യാണ്. സൊസൈറ്റിയിലത്തെ കുറേ വിവരം കെട്ടവർ പറയുന്നത് കേട്ടിട്ട് അവരും നമ്മളെ ബ്ലെയിം ചെയ്ത് തുടങ്ങുമ്പോഴാണ് അന്നാച്ചാൽ ശരി, ഈ ലോകത്ത് എനിക്ക് പറയാനായിട്ടൊന്നും ആരുമില്ല, എൻ്റെ ഞാൻ കാരണം വീടിൻ്റെ മാനം കുടുംബത്തിൻ്റെ മാനമൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ജീവനെ ഒടുക്കുക ചെയ്യുന്നത്. ജീവനെ ഒടുക്കി കഴിഞ്ഞാൽ വീട്ടുകാർക്കായാലും സൊസൈറ്റിക്കായാലും ഭയങ്കര സന്തോഷമാണ്. കുഴപ്പമില്ല, അവൾ ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ജീവിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവർക്ക് എന്ത് ചാരിതാർത്ഥ്യമാണ് ഒരു ജീവനെ കുരുതി കൊടുത്തിട്ടുണ്ടാവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്കൂളിലും കോളേജിലൊക്കെ പോയവർ തന്നെയായിരിക്കാം, പക്ഷെ ബേസിക് ഒരു വിവരം എന്ന് പറഞ്ഞ സാധനം തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല ഈ വിക്ടിമിനെതിരായിട്ട് പറയുന്നവർക്ക്. ഇതിപ്പോൾ പറയാനുള്ള കാര്യം അറിയാലോ, നമ്മുടെ റീസെൻറ്റ് ചർച്ചകൾ. അപ്പം ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഒരു അമ്മ എന്ന നിലയ്ക്കും ഒരു സ്ത്രീ എന്ന നിലയ്ക്കും അഭിമാനം തോന്നിയൊരു കാര്യമാണ് അതിജീവിത. അവർ ഷോക്കേസ് ചെയ്ത ആ ധൈര്യം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇപ്പം എനിക്കാണ് അത് സംഭവിച്ചെങ്കിൽ, എന്നെ വളർത്തിയൊരു സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒതുങ്ങിക്കൂടി, ഞാൻ പിന്നെ മിണ്ടില്ല, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് പറയില്ല. എനിക്ക് ഭയങ്കര പേടിയും അങ്ങനെ ഞാൻ എന്താ പറയുക, അയ്യോ ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുക, അങ്ങനെയാണ്. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് കറേജൊക്കെ വന്നുട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് ശേഷം ഏട്ടൻ തന്ന ഒരു ധൈര്യവും സപ്പോർട്ടൊക്കെ കൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എന്താ പറയുക ധൈര്യത്തോടെ സംസാരിക്കാനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റിയത്. അപ്പോൾ ആ കുട്ടി അങ്ങനെ ചെയ്തു. ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. ഒരു അയേൺ ലേഡി എന്നൊക്കെ വിളിക്കേണ്ട ഒരു ലേഡിയാണത്. ബിക്കോസ് നമ്മുടെ വീട്ടിലൊരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമ്മുടെ വീട്ടിലൊരു കുട്ടിക്കാണെങ്കിൽ ആ കുട്ടി എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? പല കുട്ടികളും മിണ്ടാതെ ഇരിക്കും. പല കേസസിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പല അബ്യൂസീവ് ആയിട്ടുള്ള ടീച്ചേഴ്സായാലും പാരൻസ് ആയാലും റിലേറ്റീവ്സ് ആയാലും സെക്ഷൽ അബ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പേടിയാണ് പുറത്ത് പറയാൻ. പക്ഷേ ഇപ്പോൾ പിന്നെയും കുറേ മാറ്റങ്ങളുണ്ട്, കുട്ടികളായിട്ട് പറയുന്നുണ്ട്. അത് പാരൻസ് കൊടുക്കുന്ന ധൈര്യമാണ്. ആ കുട്ടീനെ വളർത്തിയവരായാലും ആ കുട്ടികളുടെ സപ്പോർട്ട് ചെയ്യുന്നവരായാലും അത്രയും ധൈര്യം ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി കാണിച്ച ധൈര്യത്തിന് ശരിക്കും നമ്മൾ മക്കൾക്ക് മാതൃകയാക്കി പറയേണ്ടതാണ്. ആ കുട്ടി അങ്ങനെ ചെയ്തു, അങ്ങനെ വേണം പെൺപിള്ളേരായിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും മിണ്ടാതെ നിന്ന് മുറി പോയിരുന്ന് കരയുക, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മാനം എൻ്റെ വെർജിനിറ്റിയിലാണ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മാനം ബന്ധുക്കളുടെ മാനം എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഈ ചൂഷണം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ആൾക്കാർ. ഒരു പ്രാവശ്യം ക്ഷമിച്ചു, 2 പ്രാവശ്യം ക്ഷമിച്ചു, പിന്നെ ഇത് ഇവർക്ക് തരമാണ്. അവൾ അങ്ങനെയല്ലേ, അവളെല്ലാത്തിനും ക്ഷമിക്കും, എല്ലാത്തും അങ്ങനെ റിയാക്റ്റ് ഒന്നും ചെയ്യില്ല, അവളൊരു പാവമാണ്. ആ പാവം എന്ന് പറഞ്ഞ ലേബിൾ നമുക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം? നമുക്കത് കുഴച്ച് ചോറുണ്ണാൻ പറ്റുമോ? എല്ലാം പ്രതികരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ണിലെ കരടയ്ക്കും. എന്ന് വെച്ചാലും വേണ്ടിയില്ല, നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മളല്ലാണ്ട് വേറെ ആരും വന്ന് പൊരുതത്തില്ല. ലൈഫ് ലോങ് അത് ഓർത്തിരിക്കേണ്ട വേദന അങ്ങനെയൊക്കെ കൊടുത്ത ആൾക്കാരുടെ മക്കളുടെ മക്കൾ അനുഭവിക്കുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അവർ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, അമ്പലമൊക്കെ കയറി ഇറങ്ങി വഴിപാടുകളൊക്കെ
നടത്തിക്കൊണ്ട് ജീവിക്കുക. അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അവർക്ക് ആ ഒരു ഗതികേട് വരുത്തിയത് അവരുടെ അച്ചാച്ചൻ, അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ പൂർവ്വ തലമുറയാണ്. അപ്പം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മുടെ മക്കൾ ഉറപ്പായിട്ടും അനുഭവിക്കും. വിനീത് ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ ഒരു പെങ്കൊച്ച് പറയുന്നുണ്ട്, കർമ്മ ഇസ് എ ബൂമറാങ്. അപ്പം അതിനെ ഇങ്ങനെ മറ്റേ കളിയാക്കിക്കൊണ്ട് ഒരു ലേഡിയും പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും അത് ഉള്ളതാണ്. നമ്മൾ അനുഭവിക്കില്ലായിരിക്കും, പക്ഷെ നമുക്ക് ഏറ്റവും വിഷമം നമ്മുടെ മക്കളത് അനുഭവിക്കുമ്പോഴാണ്, അല്ലേ? നമ്മുടെ മക്കൾക്ക് എല്ലാം വന്നാൽ നമ്മൾ സഹിക്കുമോ? ഇല്ല. അതാണ് ഞാൻ പറയണേ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ലൈഫ് ലോങ് ഹാപ്പിനെസ് ഒരിക്കലും കെടുത്തി കളയരുതെന്ന്. അപ്പോൾ പറയും അന്ധവിശ്വാസമാണ്, അതാണ് ഇതാണ്. നമ്മൾ എന്താണോ കൊടുക്കണേ അത് നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അതേ രൂപത്തിൽ തന്നെ എന്നാലേ ഏർത്തിനൊരു ബാലൻസ് വരുള്ളൂ എന്ന് പറയാം. പിള്ളേരെ പഠിപ്പിക്കേണ്ടതേ എന്തിനും ഫേസ് ചെയ്യണം, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അയ്യോ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പിള്ളേരോട് പറഞ്ഞുകൂടാ, നാണക്കേടാണ് എന്ന് വിചാരിച്ചിരിക്കരുത്. എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മളവിടെ ഇരിക്കത്തേയുള്ളൂ. പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അവർക്ക് പേടിയാവും പെട്ടെന്ന്. അയ്യോ എനിക്ക് ആരുമില്ല കൂടെ, എന്നുവെച്ചാൽ ശരി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണ്. അല്ല ഞാൻ അത് പച്ചയ്ക്ക് പറയും, ബിക്കോസ് അതാണ് കണ്ടിരിക്കുന്നത്. എല്ലാ ഇങ്ങനെ ബാധിക്കപ്പെട്ട കുട്ടികളൊക്കെ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? ബിക്കോസ് ഒരാൾ പോലും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല. ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ വെർജിനിറ്റിയാണ് നിങ്ങളുടെ എല്ലാം. വെർജിനിറ്റി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു എല്ലാം പോയി. എന്ത് പോയി? ഒന്നുമില്ല. ഏതൊരു സിനിമയിൽ പറഞ്ഞ ഒന്ന് കുളിച്ചാൽ തീരാവുന്ന അഴുക്കേ നമ്മുടെ ശരീരത്തിനുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ അഴുക്ക് ഈ ജന്മം മാറത്തില്ല. ദിലീപ് എന്ന ജനപ്രിയ നായകൻ്റെ സിനിമ ഞാൻ കുറേ കണ്ടുള്ളത്. എൻ്റെ അനിയൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടറായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ദുബായിലായിരിക്കുമ്പോഴേട്ടാ ഞാൻ ഏട്ടൻ ഇല്ലാത്തപ്പോഴേ ഏട്ടന് 3 മാസം മറ്റേ വിസിറ്റ് വന്നിട്ട് പിന്നെ നാട്ടിൽ പോയില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ്, എനിക്ക് കരച്ചിൽ, എനിക്ക് പ്രാന്ത് വരികയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, മോഹൻലാലിൻ്റെ മൂവീസ് പ്ലേ ചെയ്യുമായിരുന്നു ഫുൾ ടൈം. ഇങ്ങനെ മോഹൻലാലിൻ്റെ മൂവീസ് പിന്നെ സന്ദേശം മൂവിയൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യും. അപ്പോൾ ആൾക്കാരുള്ള ഒരു ഫീലിംഗ് റൂമിൽ, കുഞ്ഞു റൂമാണ് കേട്ടോ. അപ്പോൾ ഈ ദിലീപിൻ്റെ ഇഷ്യൂവിന് മുമ്പ് ഞാൻ ദിലീപിനെ പിടിച്ച് ഇങ്ങനെ കുറേ നാറിയ കഥകളൊക്കെ വന്നില്ലേ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ ദിലീപിൻ്റെ മൂവീസും കാണുമായിരുന്നു. പിന്നെ ഇത്രയും വർഷമായിട്ടും എനിക്ക് അയാളുടെ ഒരു സോങ് വന്നാൽ ഞാൻ മാറ്റും. എന്ന് പറഞ്ഞാൽ അറപ്പിൻ്റെ മാക്സിമം എന്താണ്, അതാണ് എനിക്ക് ദിലീപ് എന്ന് പറഞ്ഞാൽ ജനപ്രിയ അല്ലാത്ത നടനിപ്പോൾ. മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദിലീപിൻ്റെ പടം ഇപ്പോൾ ലോഞ്ച് ചെയ്യണമെന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ അടിയിൽ കമൻറ്റിൽ കയറി നോക്കിയിട്ടോ, അയ്യോ രക്ഷയില്ലാത്ത കമൻസാ അല്ലേ പറഞ്ഞത്. ആൾക്കാർ മോഹൻലാൽ 2 സമയത്ത് മാത്രമാണ് ഈ നെഗറ്റീവ് വന്നിട്ടുള്ളത്. മോഹൻലാൽ മമ്മൂട്ടിയുടെ സാറിന് ഒരാളും നെഗറ്റീവ് പറയാത്ത ആൾക്കാരാണ്. ബിഗ് ബോസിൻ്റെ സമയത്തും പിന്നെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ട സമയത്തും. പുതിയ പടം ലോഞ്ച് ചെയ്യണു എന്നുള്ള പോസ്റ്റർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ നെഗറ്റീവ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ അടിയിൽ വന്ന കമൻറ്റ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ, ഒരു രക്ഷയില്ല. എന്താ ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നത് ഏതാ? പെർഫ്യൂം. സൗദി അറേബ്യയിലത്തെ എത്ര പെർഫ്യൂംസ് യൂസ് ചെയ്താലും ആ കൈകളെ എന്താ പറയുക സുഗന്ധ ഇതാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും കോടതി അതൊന്നുമല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ജനകീയ കോടതി എന്ന് പറയുന്നത്. എന്ത് വേണേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഒതുക്കും എന്ന് പറയുന്നവന്മാരോട് ഒരിക്കലും ഞാൻ ആദ്യം വീഡിയോയിൽ ഇലക്ഷൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഡെമോക്രസി ഈസ് ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ ഈ ഫോർ ദ പീപ്പിൾ എന്ന് ചില ജഡ്ജസ് ആയാലും ചില ആൾക്കാരായാലും മറക്കുമ്പോഴുണ്ടല്ലോ, നമുക്കറിയാം അതിനെ റിയാക്ട് ചെയ്യാൻ. നിങ്ങളുടെ വിചാരം എന്താ സോഷ്യൽ മീഡിയ കൂടെ റിയാക്ട് ചെയ്യുന്നത് അതൊരു പ്രശ്നമല്ലെന്നോ? ആ ദിലീപ് എന്ന മനുഷ്യൻ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ അതാണ് കർമ്മ ഇസ് എ ബൂമറാങ്. അവര് ഒരു സ്ഥലത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതല്ല ഞാൻ പറയട്ടെ, അത് ഞാൻ നിന്നോടും പറഞ്ഞിട്ടില്ലേ പണ്ട്, നമ്മളെന്താണോ ചെയ്യുന്നത് അത് നമ്മളെക്കാട്ടിലും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ മക്കളാണ്. സോ കണ്ടു നമ്മൾ സൂക്ഷിച്ച് ഒരാളെ വേദനിപ്പിക്കാൻ. ഇങ്ങനൊരു സംഭവം എൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരാൾക്കും ആ പ്രതിനെ ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്ക് തന്നെ വേണം അവരെ. തുടരും സിനിമയിലത്തെ മോഹൻലാലിന് എനിക്കിഷ്ടം, ചോദ്യവും മറിച്ചിലും ഒന്നുമില്ല, നേരെ പോയിട്ട് അങ്ങോട്ട് നീ എൻ്റെ മോനെ എന്തിട്ടത് ചെയ്ത് ശരി നിനക്കുള്ളത് ഞാൻ ചെയ്തോട്ടെ. അമ്മയുടെ വികാരമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്. ഈ വികാരം, ഇമോഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൻ്റെ പുറത്താണ് എല്ലാം ഞാൻ ചെയ്തത്. എവിഡൻസ് ചോദിച്ചു ഇവർ. അപ്പോൾ പറഞ്ഞു ഇമോഷണൽ ആയിട്ടല്ല, നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കണം. കുറേ പേട്ടൻ്റെ ഫാൻസ് പറഞ്ഞത് ഇമോഷണൽ ആയിട്ടുള്ള തീരുമാനത്തിലാണ് ഈ ഗൂഢാലോചന വന്നത് അല്ലേ. ഇമോഷൻസിൻ്റെ പുറത്താണ് പല കുറ്റകൃത്യങ്ങളും നടക്കുന്നത്, പലതല്ല ഒട്ടുമിക്കാറും ഇല്ലാതും. ഇനി വേറൊരു പോയിന്റ് പറയാം. അതായത് ഒരു സിനിമാ നടന് ദൃശ്യം ഇറങ്ങിയതിന് ശേഷം മിനിമം 1 മാസം 2 or 3 ഇതേ കേസ് റിലേറ്റഡ് എങ്ങനെ പോലീസിനെ കറക്കാം, എങ്ങനെ ജഡ്ജിനെ കറക്കാം, എങ്ങനെ തെളിവില്ലാതെ വെക്കാം എന്നുള്ള ഒരു സ്ക്രിപ്റ്റുകൾ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സിനിമാ നടൻ്റെ അടുത്ത് ഇത്രയും അധികം സ്ക്രിപ്റ്റായിട്ട് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. നേരിട്ട് ഒരിക്കലും പൈസ കൊടുത്തിട്ടില്ല, നേരിട്ട് ഒരിക്കലും ഡീൽ ചെയ്തിട്ടില്ല. കറങ്ങി തിരിഞ്ഞ് മനസ്സിലാവാത്ത രീതിയിൽ അത് ഡീലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളും നാട്ടുകാരെല്ലാവരും വിശ്വസിക്കുന്നത്. പിന്നത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിമിലർ ഡൽഹിയിൽ നടന്ന ആ റേപ്പ് കേസിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു കേസാണ് ഇവിടെ നടന്നത്. പക്ഷേ ആ പ്രതി രക്ഷപ്പെട്ടു, പ്രതിക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ കുറ്റകൃത്യം അറിയാത്ത ഒരാളാണോ അവിടെ പോയിട്ട് ഇതേപോലെ തന്നെ സെയിം ടീം ഞങ്ങളൊരു കൊട്ടേഷൻ നടത്താൻ പോവാണ്, കാറിൻ്റെ ഉള്ളിൽ വെച്ച് സംഭവിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചെയ്തത്. അപ്പോൾ ഇതിനുള്ള ഭവിഷ്യത്ത് ആ പ്രതികൾക്ക് അറിയാം. എന്നിട്ട് പോലും 10 പൈസ വാങ്ങാതെ ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനസ്സുഖത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, പിന്നെ അടുത്തത് നമ്മുടെ പോലീസുകാരുണ്ടല്ലോ, പോലീസുകാർക്ക് ഭയങ്കര പ്രഷറാണ്. ഞാൻ പോലീസുകാരെ കുറേ പറഞ്ഞിട്ടുണ്ട്. മറ്റേ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയപ്പോഴൊക്കെ, ഇവിടെയല്ല പറയട്ടെ, പോലീസിൽ കയറ്റിയപ്പോഴൊക്കെ കുറേ പോലീസുകാരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഭയങ്കര പ്രഷറാണ് മേളിൽ നിന്ന്. അത് ചെയ്ത് ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഫേമസ് ആയിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര വട്ടം അവർ ചിന്തിച്ചിരിക്കും. അയ്യോ, എത്ര കോളുന്നുണ്ടാവും മോളിൽ നിന്ന്, എത്ര മീറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ സോളിഡ് എവിഡൻസ് ഇല്ലാണ്ട് ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്ത എല്ലാ പോലീസുകാരും എന്താ പൊട്ടന്മാരാണോ? അവർ എത്രത്തോളം പ്രഷറിന്റെ മുകളിലായിരിക്കും ഇങ്ങനെ അറസ്റ്റ് ചെയ്തത്. ഈ 2020 സിനിമയിൽ മോഹൻലാൽ സുരേഷ് ഗോപി പറഞ്ഞ മാതിരി ഒരു പ്രതിനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറേ തെളിവുകളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ രാത്രിയും പകലില്ലാണ്ട് എല്ലാം സ്വരുക്കൂട്ടിയിട്ട് പിടിച്ചോണ്ട് പോകും. കുറേ വക്കീലന്മാർ വന്നിട്ട് നൈസായിട്ട് കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ എന്തിനീ പണിയൊക്കെ ചെയ്യണേ? കഷ്ടം തോന്നും കേട്ടോ പോലീസുകാരുടെ കാര്യം ആലോചിക്കുമ്പോൾ. ജഡ്ജി ചെയ്തത് ശരിയല്ല എന്ന് ഞാൻ പറയണേ. എന്തോരം എവിഡൻസ് ഉണ്ട്. ഇപ്പം തന്നെ അതിജീവിത തന്നെ പറഞ്ഞു, അതിജീവിതയ്ക്ക് ഡൗട്ട് ഉണ്ടെന്ന്. ഇപ്പം ഞാൻ ഈ ജഡ്ജിനെ മാറ്റാൻ റിക്വസ്റ്റ് കൊടുത്തു. എന്തുകൊണ്ട് ഹൈക്കോർട്ട് അത് കേട്ടില്ല? ഞാൻ പറയട്ടെ, ഹൈക്കോർട്ട് അല്ലേ? അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി ഓൾറെഡി റിക്വസ്റ്റ് കൊടുത്ത് മാറ്റി. പിന്നെ വീണ്ടും മാറ്റാനായിട്ട് വേറെ ലേഡി ഇല്ല. ദിലീപ് അപ്പോൾ പറഞ്ഞു ഈ ജഡ്ജിനെ മാറ്റരുതെന്ന്. അപ്പോൾ ഇവർക്ക് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ? എന്തിനൊരു പ്രതി പറയണം ജഡ്ജിനെ മാറ്റരുതെന്ന്? അപ്പോൾ പറയും നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയുടെ വികാരമാണ് ഈ വീഡിയോ കൂടെ പറഞ്ഞു തരുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇമോഷൻസിൻ്റെ പുറത്താണ് പല ക്രൈമും നടക്കണമെങ്കിൽ ഇമോഷണലായിട്ട് തന്നെ റിയാക്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഒരു കോടതി വന്നത്. ഇതാണ് കോടതി. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും പുറത്തൊക്കെ നടക്കുന്ന ഒരു സാധനമില്ലേ, ഇന്നാള് ഒരു ബസ്സിൽ ഇത് തന്നെയാണ് നടി പറഞ്ഞത്, പബ്ലിക് ഹിയറിംഗ് വെക്കണമെന്ന്. നാട്ടുകാർ അറിഞ്ഞുകൊണ്ടുള്ള, പത്രക്കാരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഹിയറിംഗ് ആക്കിയത്. ഇതാണ് പബ്ലിക് ഹിയറിംഗ്. ഞങ്ങൾ വിധിക്കും. ഇനി ഞങ്ങൾക്ക് എങ്ങനെയാണ് വിധിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങളുടെ ദിലീപിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. KSRTC ദിലീപിന്റെ പറക്കും തളിക സിനിമ വെച്ചു. ഒരു ലേഡി പറഞ്ഞു പറ്റില്ല. അപ്പോൾ ആ ലേഡി പറഞ്ഞു ഞാൻ ഇവിടുത്തെ ലേഡീസിനോടൊക്കെ ചോദിച്ചിട്ട് ആ സിനിമ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഒരാൾ പറഞ്ഞു എന്തുകൊണ്ട് ആ സിനിമ ഇതാക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ സിനിമ കാണണ്ട, ഞങ്ങൾക്ക് ഈ നടനെ കാണണ്ട. എത്രയോ വർഷങ്ങളായിട്ട് ഈ മനുഷ്യനെ എനിക്ക് അറപ്പാണ്. ഇങ്ങനെ ടി വിയിൽ വരുമ്പോൾ തന്നെ ഞാൻ ചാനൽ മാറ്റി. ഞാൻ കാണാറില്ല. ഞാൻ കണ്ടില്ല എന്ന് വെച്ചാൽ ദിലീപ് ഇപ്പം ചാവാനൊന്നും പോകണില്ല എന്നറിയാം. പക്ഷെ എന്നെ പോലെ തന്നെ കാണാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അവൻ എന്ത് ഓസ്കാർ അഭിനയിച്ചാലും ഞാൻ അവൻ്റെ ഒരു സിനിമയും കാണില്ല. ഇന്നാൾ റീൽസിൽ ഞാൻ കണ്ടു, ജഡ്ജിനെയോ ജഡ്ജ്മെൻറ്റിനോ എതിരെ പറയാനായിട്ട് നമുക്ക് ആർക്കും അധികാരമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ. എന്ത് ചെയ്യുവരും? ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ജഡ്ജി അല്ല, പ്രസിഡൻ്റ് അല്ല, പ്രൈം മിനിസ്റ്റർ വരെ നമുക്ക് ആളാ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനുള്ള പൂർണ്ണ അധികാരം ഇന്ത്യൻ സിറ്റിസനുണ്ട്. അതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇത് വൺ മാൻ റൂൾ അല്ല ഇവിടെ നടക്കുന്നത്. നമ്മൾ നരേന്ദ്രമോദിനെ കുറ്റം പറഞ്ഞിട്ടില്ലേ? എന്തോരം പിണറായി വിജയനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് പിന്നെ ഒന്നിനില്ലാത്തതുകൊണ്ടൊന്നുമില്ല, പലരും പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം അത് ഇവിടെ ഉള്ളതാണ്. അതിന് മേളിലല്ല ഒരു ജഡ്ജും. ക്രിറ്റിസിസം എല്ലാ ഫീൽഡിലും ഉള്ളതാ. കോടതി പറഞ്ഞത് ദിലീപിനെതിരെ തെളിവൊന്നുമില്ല, ദിലീപും പൾസർ സുനിയായിട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ആക്കാനുള്ളത് എല്ലാ സിനിമാക്കാരുടെയിലും ഉണ്ട്. ഇല്ല, സിനിമാക്കാരുടെ മാത്രമല്ല, മെമ്മറി കാർഡിന്റെ ഇഷ്യൂ പരിശോധിച്ചില്ല. പിന്നെ അതിജീവിത പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പരിഗണിച്ചില്ല. ഞാൻ പറയാണ്, എനിക്ക് അയാളുടെ ഡൗട്ട് ഉണ്ട്, എന്നെ റേപ്പ് ചെയ്യിച്ചത് അയാളാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന്. അപ്പൊ ആ ഡൗട്ട് വാലിഡ് ആണ്. പിന്നെ വേറൊരു ശത്രുക്കളും ഇല്ല. ഞാൻ പറയട്ടെ, റേപ്പ് എന്നുള്ളൊരു സംഗതിയിൽ ഒരു വിക്ടിം വന്ന് പറയാണ് എന്നൊരാൾ റേപ്പ് ചെയ്തു. ഇതിലും മേലെ എന്ത് മാങ്ങാത്തൊലി തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ല, നാളെ നിങ്ങളുടെ മക്കളായാലും വീട്ടിൽ വന്ന് പറയാണ് അച്ഛാ അമ്മ എന്നെ ഇവർ റേപ്പ് ചെയ്തു എന്ന് പറയാണ്.
പക്ഷെ അത് എടുത്തു കോടതി. മനസ്സിലായി ഫ്രണ്ടിലുണ്ടായ 6 പേരെ ഫ്രണ്ടിലല്ല, ഇവര് കാരണമാണ് എന്നെ റേപ്പ് ചെയ്തത് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഡൗട്ടിന് വാല്യൂ കൊടുക്കണം, അത് കൺസിഡർ ചെയ്യണം. അത് ഇമോഷനാണ്, അതിൽ എവിഡൻസ് ഇല്ല എന്നല്ല പറയണ്ട. അത് എവിഡൻസ് ഉണ്ടാക്കേണ്ടത് മീൻസ് ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസാണ്. സ്വന്തം മക്കൾക്ക് വരുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പ്രമുഖരുണ്ട്. സ്വന്തം വീട്ടിൽ ഭാര്യയ്ക്കോ മക്കൾക്കോ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഇങ്ങനെ വരുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ. അതുവരെ പേട്ടനെയും താങ്ങിക്കൊണ്ട് നടക്കും. ആ പെൺകുട്ടി ആ നേരത്തെ അനുഭവിച്ച പേടി, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമോഷൻസാണ് എനിക്കൊരു റേപ്പ് കേസ് എൻ്റെ മുന്നിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഫീലിംഗ് ആണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത്. ആ ഫീലിംഗ് ആണ് ഏതൊരു സ്ത്രീക്കും ഉണ്ടാവേണ്ടത്. നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത് ഡിഫറെൻ്റാണ്, നമുക്ക് ഇഷ്ടം തോന്നി പോകുന്നത് ഡിഫറെൻ്റാണ്. ഇതിൽ കൂടുതൽ ക്ലാരിറ്റിയിൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. മറ്റേ ക്വീൻ മൂവിയിൽ ആ ലേഡി പറഞ്ഞ മാതിരി ഒരു റേപ്പ് വിക്റ്റിം ഉണ്ട്, അവൾ പറഞ്ഞ മാതിരി ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയും നടക്കുള്ളൂ. ഇത് പ്യുവർ പ്ലാൻഡ്, അതൊരു ആക്സിഡന്റ് ആയിട്ട് കാണിച്ച് അവിടെ വന്ന് അതങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ രീതിയുണ്ട്. ദിലീപിന്റെ എക്സ് വൈഫ് പറയുന്നുണ്ട് ഗൂഢാലോചന പലരും പുറത്തുണ്ട്. 2 ലേഡീസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇത് പുറത്തുണ്ട്, ഇത് ശരിയല്ല എന്ന്. എന്നാൽ പോലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇമോഷൻസിന്റെ പുറത്ത് പറയുന്നതാണ്. എവിഡൻസ് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. പിന്നെ എവിഡൻസ് ഞങ്ങൾ തന്നെ കണ്ടെത്തി തരണമായിരിക്കും. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ പൊസിഷനിൽ അല്ല, നിങ്ങൾ എന്തിനാ പൊസിഷനിലേക്ക് റിസൈൻ ചെയ്ത് പോകണം? ഡെമോക്രസിയിൽ ആരാണ് വലുത്? കോമൺ മാൻ ആണെങ്കിൽ അവൻ്റെ ഇമോഷൻസും അവൻ്റെ റിയാക്ഷനും വിലയുണ്ട് ഇവിടെ. അല്ലാണ്ട് പഠിച്ച് പാസ്സായിട്ട് ജഡ്ജും അല്ലെങ്കിൽ പഠിച്ച് പാസ്സാക്കിയിട്ട് വലിയ മറ്റേ പോലീസ് ഇതും ആവണ്ട. അവർ പബ്ലിക് സർവൻസ് ആണെങ്കിൽ പബ്ലിക്കിൻ്റെ ഇമോഷൻസും കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് നൈസായിട്ട് പ്രതിക്ക് ഊരി പോവാമെങ്കിൽ നമ്മുടെ മക്കളൊക്കെ എന്ത് സേഫാണ്?